മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണീയം 4-ാമത്തെ ദശകം 11-12 ശ്ലോകങ്ങളുടെ അർത്ഥമാണ് ഇന്ന് പറയണത്. 11-ാമത്തെ ശ്ലോകം. അഗ്നിവാസരവളർക്ഷപക്ഷഗൈരുത്തരായണജുഷാച ദൈവതൈ പ്രാപിതോ രവിപദം ഭവൽപരോ മോദവൻ ധ്രുവപദാന്തമീയതേ. യോഗി, സമാധി എത്തിക്കഴിഞ്ഞതായിട്ടുള്ള യോഗിക്ക് എങ്ങനെയാണ് മുക്തി വരണത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ശ്ലോകങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 8ഉം 9ഉം ശ്ലോകങ്ങളിലായിട്ട് സാവകാശത്തിലുള്ളതായിട്ടുള്ള മുക്തി, അല്ലാതെ പെട്ടെന്നുള്ളതായിട്ടുള്ള മുക്തി, ക്രമേണ ഉള്ളതായിട്ടുള്ള മുക്തി എന്നിങ്ങനെ 2 വിധം മുക്തികളെക്കുറിച്ച് പറയേണ്ടായി. നിർവികൽപക സമാധി എത്തി അതിൽ സ്ഥിരത വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ മുക്തി കിട്ടാൻ എന്നുള്ളതായിട്ടുള്ള ഒന്നുണ്ട്. അതല്ലാതെ കണ്ട് ക്രമത്തിൽ ഓരോരോ പടി കയറിയിട്ട് ഒടുവിൽ ദേവലോകങ്ങളിലുള്ളതായിട്ടുള്ള സുഖങ്ങളൊക്കെ അനുഭവിച്ച് പിന്നീട് ഉണ്ടാവുന്നതായിട്ടുള്ള മുക്തി എന്നങ്ങനെ 2 വിധത്തിലുണ്ട് എന്ന് പറഞ്ഞു. ആ 2ാമത്തെ വിധത്തിലുള്ളതായിട്ടുള്ള മുക്തിയെ പറ്റിയിട്ടാണ് നേരത്തെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. ഊർധ്വലോക കുതുകി, മുകളിലുള്ളതായിട്ടുള്ള ലോകങ്ങളിലെ സുഖം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ആള് മൂഢത സാർദ്ധമേവ കരണൈഹി നിരീയതേ. കരണങ്ങളോടുകൂടി, അതായത് സൂക്ഷ്മ ശരീരത്തോടുകൂടി ആണ് മുകളിലേക്ക് മൂർധാവിൽ നിന്ന് ജീവനെ കരണങ്ങളോട് കൂടിയിട്ട് ലിംഗശരീരത്തോടു കൂടിയിട്ട് മുകളിലേക്ക് വിടുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ മുകളിലേക്ക്, അതായത് മൂർധാവിൽ കൂടെ പുറത്തേക്ക് എത്തിയിട്ടുള്ളതായിട്ടുള്ള ജീവന് പിന്നെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ, ആദ്യത്തെ ശ്ലോകത്തിൽ 1ഉം 2ഉം ശ്ലോകങ്ങളിലെ 11ഉം 12ഉം ശ്ലോകങ്ങളിൽ പറയണത്. അങ്ങനെയുള്ളതായിട്ടുള്ള ആ ജീവന് എന്താണ്, എങ്ങനെയാണ് മുക്തി സംഭവിക്കണത് എന്നുള്ള ക്രമം ആണ് ഇവിടെ വിവരിക്കണത്. അഗ്നിവാസര വളർക്ഷപക്ഷഗൈഹി ഉത്തരായണജുഷാച ദൈവതൈഹി, ദേവതകളാൽ, അതായത് അനവധി ദേവതകൾ, അഗ്നിദേവൻ, വാസരങ്ങളുടെ പകലിൻ്റെ അധിഷ്ഠാന ദേവത, പിന്നെ അതുമാതിരി വളർക്ഷപക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുത്ത പക്ഷത്തിൻ്റെ അധിദേവത, ഉത്തരായണത്തിൻ്റെ അധിദേവത, ഇങ്ങനെയുള്ളതായിട്ടുള്ള ദേവതകളാൽ മുകളിലേക്ക് നയിക്കപ്പെടുന്നു എന്നാണ്. ഈ മൂർധാവിൽ നിന്ന് പുറത്തേക്ക് വന്നതായിട്ടുള്ള ജീവനെ ഈ ദേവതകൾ മുകളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അഗ്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്നിയുടെ അധിഷ്ഠാന ദേവത, വാസരം എന്ന് പറഞ്ഞാൽ വാസരത്തിൻ്റെ, അതായത് പകലിൻ്റെ അധിഷ്ഠാന ദേവത, വളർക്ഷപക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശുക്ലപക്ഷം, വെളുത്തപക്ഷം, ആ വെളുത്തപക്ഷത്തിൻ്റെ അധിഷ്ഠാന ദേവത. അതായത് അഗ്നി വാസര വളർക്ഷ പക്ഷഗൈഹി, ഇതിൽ 3ൽ സഞ്ചരിക്കുന്നവരെ ഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഗമിക്കുന്നതായിട്ടുള്ള, അതായത് ഇന്ത്യക്ക് അധിഷ്ഠാന ദേവതകൾ എന്ന് പറയാം. ഉത്തരായണത്തെ ഭജിക്കുന്നത്, ഉത്തരായണത്തെ അധിഷ്ഠാനം ചെയ്യുന്നതായിട്ടുള്ള ദേവതകൾ. ഉത്തരായണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കർക്കടകം 1 മുതൽ ദക്ഷിണായനാണ്. സൂര്യൻ നമ്മൾ വടക്ക് ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നതായിട്ടുള്ള കാലത്തിന് ഉത്തരായണം, തെക്കോട്ട് സഞ്ചരിക്കുന്നതായിട്ടുള്ള കാലത്തിന് ദക്ഷിണായനം എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ ഇപ്പം ഇനി ഈ കർക്കടകം 1-ാം തീയതി മുതൽ തെക്കോട്ടാണ്. മറ്റേ സൂര്യൻ അങ്ങേ അറ്റത്ത് മുകളിലെത്തിക്കഴിഞ്ഞ് വടക്കേ അറ്റത്ത് പോകാവുന്നിടത്തോളം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ പിന്നാക്കം ചോട്ടിലേക്ക് അല്ലെങ്കിൽ തെക്കോട്ട് വരാൻ തുടങ്ങുകയാണ്. അപ്പോൾ കർക്കടകം 1-ാം തീയതി മുതൽ തെക്കോട്ട് വരികയാണ് ദക്ഷിണായന കാലം, അതാണ് കാലം. അത് കഴിഞ്ഞാൽ മകരം 1-ാം തീയതി മുതലാണ് ഉത്തരായണ കാലം തുടങ്ങുക. അപ്പം ഇങ്ങനെ 6 മാസം ദക്ഷിണായനം, 6 മാസം ഉത്തരായണം എന്നുണ്ട്. അപ്പോൾ ഇതിൽ ഉത്തരായണ കാലം ആണ്. ഇതിലിപ്പോൾ ഇതൊക്കെ പറഞ്ഞതൊക്കെ അതെ മംഗളകാര്യങ്ങൾക്കൊക്കെ ഉള്ളതായിട്ടുള്ള ദേവതയാണ് അഗ്നി. വാസരം പകലാണ്, ഈ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതായിട്ടുള്ള സമയം പകലാണ്. അതുമാതിരി വളർക്ഷപക്ഷകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുത്തപക്ഷത്തിലാണ് മംഗളകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതായിട്ടുള്ള കാലം വെളുത്തപക്ഷമാണ്. അതുമാതിരിയാണ് ഉത്തരായണമാണ് എല്ലാ പ്രതിഷ്ഠാദി കർമ്മങ്ങൾക്കൊക്കെ, മരണത്തിനും. അതൊക്കെ ഇതാണല്ലോ ഭീഷ്മരെ പറ്റി പറയുന്നത്. ഉത്തരായണം കാത്തു കിടന്നു എന്നാണ്. ശരശയ്യയിൽ ഉത്തരായണം കഴിഞ്ഞിട്ട് വേണം മരിക്കാൻ
എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉത്തരായണം കഴിഞ്ഞ് കാത്തിരുന്നു ഭീഷ്മര് എന്നാണ് പറയണത്. അപ്പം അങ്ങനെ ഇതിനൊക്കെ ഏറ്റവും നല്ല കാലങ്ങളാണ് ഈ കാലങ്ങൾ. അപ്പം ഇതിൻ്റെയൊക്കെ അധിഷ്ഠാന ദേവതകൾ ഈ ജീവനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് പറയണത് ഈ ശ്ലോകത്തിൽ. അഗ്നി വാസര വളർച്ച പക്ഷഗൈഹി, അഗ്നിയുടെ അധിദേവത, വാസരത്തിൻ്റെ പകലിൻ്റെ അധിദേവത, വളർച്ചപക്ഷത്തിൻ്റെ വെളുത്തപക്ഷത്തിൻ്റെ അധിദേവത, ഉത്തരായണ കാലത്തെ ഭജിക്കുന്നതായിട്ടുള്ള അതിൻ്റെ അധിഷ്ഠാന ദേവത, ഇങ്ങനെയുള്ളതായിട്ടുള്ള ദേവതകളാൽ പ്രാപിത രവിപദം, ഇവരൊക്കെ ചെന്നിട്ട് രവിപദത്തിലേക്ക്, ആദിത്യ ലോകത്തിലേക്ക് നയിക്കണു ഇവരെ എന്നാണ്. അതായത് ഈ ജീവനെ ആദിത്യ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത്. ഇത് ഒന്നിച്ച് ആദിത്യ ലോകത്തിലേക്ക് കൊണ്ടുപോകണമെന്നേ പറഞ്ഞിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും അതിലെ വ്യാഖ്യാനത്തിൽ ഓരോന്നിലും ഭാഗവതത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളതിനനുസരിച്ച് ഓരോരോ വ്യാഖ്യാനത്തിൽ ഓരോ വിവരം പറയുന്നുണ്ട് കൂടുതലായിട്ട്. അഗ്നിദേവത ആ സ്വർലോകത്തിലേക്കുള്ളതായിട്ടുള്ള ദേവലോകത്തിലേക്കുള്ളതായിട്ടുള്ള ആ മാർഗത്തിൽ കൂടി അഗ്നിദേവത ജീവനെ പകലിൻ്റെ അഭിമാനിയായിട്ടുള്ള ദേവതയുടെ അടുത്തേക്ക് എത്തിക്കണം. ആ പകലിൻ്റെ അഭിമാന ദേവത ജീവനെ ശുക്ലപക്ഷത്തിൻ്റെ അധിദേവതയുടെ അടുത്തേക്ക് എത്തിക്കണു. അതുമാതിരി ശുക്ലപക്ഷത്തിൻ്റെ അധിദേവത സംവത്സരത്തിൻ്റെ അത് ഇതിൽ പറഞ്ഞിട്ടില്ല. അഗ്നിവാസര വളർച്ച പക്ഷഗൈഹി ഉത്തരായണത്തിൻ്റെ അധിദേവതയുടെ അടുത്തേക്ക് പറഞ്ഞിരിക്കണു. ഉത്തരായണത്തിൻ്റെ അധിദേവത സംവത്സരത്തിൻ്റെ അധിദേവതയുടെ അടുത്തേക്ക് പറഞ്ഞേക്കണു. എന്നിട്ട് അങ്ങനെ സംവത്സരപക്ഷാഭിമാനിയായിട്ടുള്ളതായിട്ടുള്ള ആ ദേവത ദേവലോകമാർഗത്തിൽ കൂടെ വായുദേവതയിലേക്ക് എത്തിക്കണു. വായുദേവത അതായത് വായുവിൻ്റെ അധിഷ്ഠാന ദേവതയുടെ അടുത്തേക്ക് എത്തിക്കണു. വായുദേവത ആദിത്യദേവതയുടെ അടുത്തേക്ക് എത്തിക്കണു. ആദിത്യദേവത തൻ്റെ മണ്ഡലത്തിൽ കൂടി ചന്ദ്രൻ്റെ അതിദേവതയായിട്ടുള്ള ദേവതയുടെ അടുത്തേക്ക് എത്തിക്കണു. ഇങ്ങനെ ചന്ദ്രദേവത വിദ്യുല്ലോകത്തിലേക്ക് നയിക്കണു എന്നാണ് പറയണത്. അതാണ് ഈ ക്രമത്തിൽ ഇവിടെ പറയണത്. 2 ശ്ലോകത്തിലും കൂടി പറയണതാണ്. അപ്പോൾ അതിനെപ്പറ്റി വ്യാഖ്യാനത്തിൽ വിവരിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. ഇതിൽ അത്രേ പറയണുള്ളൂ. ശ്ലോകത്തിൽ ഈ ദേവതകളെ കൊണ്ട് രവിപദം പ്രാപിത, രവിപദത്തിലേക്ക് ആദിത്യലോകത്തിലേക്ക് എത്തിച്ചിട്ട് ഭവത്പരഹ മോദവാൻ ധ്രുവപദാന്തമീയത, അവിടുന്ന് ആദിത്യലോകത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഭഗവാനെ ഭജിച്ചുകൊണ്ട് ആ ഭഗവത്പരനായിട്ടുള്ളതായിട്ടുള്ള ആ യോഗി ഭവൽപരഹ മോദവാൻ ധ്രുവപദാന്തമീയതേ, ഈ ഓരോ ലോകത്തിലുമുള്ളതായിട്ടുള്ള സുഖങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് ഒടുക്കം ധ്രുവലോകത്തിലേക്ക് വരെ എത്തിച്ചേരുന്നു. ധ്രുവന്റെ പദത്തിൽ വരെ എത്തിച്ചേരുന്നു. ധ്രുവപദാന്തം ഈയതേ നയിക്കപ്പെടുന്നു. ധ്രുവലോകത്ത് വരെ എത്തിക്കണു എന്നാണ് പറഞ്ഞത്. ഈ ഓരോരോ അധിഷ്ഠാന ദേവതകളും അഗ്നി, പകല്, വെളുത്തപക്ഷം, ഉത്തരായണം, സംവത്സരം തുടങ്ങിയതായിട്ടുള്ള അതിൻ്റെയൊക്കെ അധിഷ്ഠാന ദേവതകൾ നയിച്ചുകൊണ്ട് രവിപദത്തിലേക്ക് എത്തിക്കണു, സൂര്യപദത്തിലേക്ക് എത്തിക്കണു. അവിടെ നിന്ന് ദേവലോക മാർഗത്തിൽ കൂടി വായുദേവത ആദിത്യദേവതയിലേക്ക് എത്തിക്കണു. ആദിത്യദേവത ചന്ദ്രമണ്ഡലത്തിലേക്ക് എത്തിക്കണു. ദേവത വിദ്യുല്ലോകത്തിലേക്ക് എത്തിക്കണു. അത് കഴിഞ്ഞ് ധ്രുവപദത്തിലേക്ക് എത്തിക്കണു എന്നൊരു ക്രമം വ്യാഖ്യാതാക്കള് പറയേണ്ടത്. അതൊക്കെ നമ്മൾ അനുഭവിച്ചറിയണതൊന്നും ആവില്ല. എന്താണെന്ന് വെച്ചാൽ ഒക്കെ ഓരോരോ സങ്കല്പം ആയിട്ടുള്ളതാണ്. ഇതൊക്കെ നമ്മളുടെ ഈ കാര്യം അനുഭവിച്ചറിഞ്ഞിട്ട് നിശ്ചയണ്ടായിട്ട് പ്രമാണായിട്ടൊന്നുമല്ല. പക്ഷെ അതൊക്കെ ഓരോരോ സങ്കല്പങ്ങൾ, ആ സങ്കല്പങ്ങൾ കൊണ്ട് സ്വീകരിച്ചു വരണതായിട്ടുള്ള ഓരോ വ്യാഖ്യാനങ്ങളാണ്. വ്യാഖ്യാന പ്രഭകാരം ഇങ്ങനെ ധ്രുവപദത്തിലേക്ക് എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞു. ക്രമത്തിലാണ് എന്ന് പറഞ്ഞല്ലോ നേരത്തെ. ആ ക്രമമാണ് ഇവിടെ പറഞ്ഞത്. ധ്രുവലോകത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് അടുത്ത ശ്ലോകത്തിലാണ് പിന്നെ പ്രാപിതോ രവിപദത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭവൽപരഹ അങ്ങയിൽ ഭക്തിയോടുകൂടിയവനായിട്ട് ധ്രുവപദാന്തം ഈയതേ ധ്രുവന്റെ പദത്ത് വരെ എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞു. അഗ്നിയും പകലു ശുക്ലപക്ഷവും ഉത്തരായണവുമാചരിച്ചഹോ സൂര്യലോകമതു മാർഗമെത്തിനിൻ ഹൃഷ്ടഭക്തരണയും ധ്രുവാന്തികം. ഇനി അടുത്ത ശ്ലോകത്തില് ആസ്ഥിതോധ മഹരാലയേ യദാ ശേഷവത്ര ദഹനോഷ്മണാർദ്യതേ ഈയതേ ഭവതുപാശ്രയസ്തദാ
വേധസപദമതഃ പുരൈവ വാ ആസ്ഥിതഃ അഥ മഹരാലയെ. പിന്നീട് ധ്രുവപദത്തിൽ നിന്ന് മഹർലോകത്തിലേക്ക് ചെല്ലുന്നു. ആ മഹർലോകത്തിൽ ആസ്ഥിതഃ അവിടെ വസിച്ചിട്ട് അവിടെയും കുറെ കാലം ഓരോ സമയത്ത് അവിടെ ഉള്ളതായിട്ടുള്ള സുഖങ്ങളെയൊക്കെ അനുഭവിക്കുന്നു. അഥ പിന്നീട് മഹർലോകം മഹരാലയെ മഹർലോകത്തിൽ ആസ്ഥിതഃ വസിക്കുന്നവനായിട്ട് അത് കഴിഞ്ഞ് അവിടെ കുറേ സുഖങ്ങൾ അനുഭവിക്കുമ്പോഴേക്കും ഈ ആദിശേഷൻ്റെ വാസസ്ഥാനാണ്. അപ്പം അങ്ങനെ ആ ആദിശേഷൻ്റെ വായിൽ നിന്ന് വരുന്നതായിട്ടുള്ള ആ ദഹനൻ അഗ്നി, ആ ശേഷവത്ര ദഹന ഊഷ്മണ അർദ്ധിത, ശേഷവത്രത്തിലെ ശേഷൻ്റെ ആദിശേഷൻ്റെ മുഖത്ത് നിന്ന് 1000 മുഖങ്ങളുണ്ടല്ലോ, ആ 1000 മുഖങ്ങളിൽ നിന്ന് വരുന്നതായിട്ടുള്ള ആ ദഹനൻ അഗ്നി, ആ അഗ്നി കൊണ്ട് അർദ്ധിത, അഗ്നിയുടെ ചൂടുകൊണ്ട് അർദ്ധിതനായിട്ട് ക്ലേശിക്കപ്പെട്ടുകൊണ്ട് ഈയതേ ഭവദുപാശ്രയ. അപ്പോൾ ഭഗവാനെ വിചാരിക്കാനായിട്ട് നല്ലോണം ഭഗവത് ഭക്തി ഒന്നും കൂടിയും കൂടും. ഭവദുപാശ്രയ, ഭഗവാനെ തന്നെ ആശ്രയിക്കുന്നവനായിട്ട് തഥാ വേധസപുരം ഈയതേ, വേധസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഹ്മാവ്, അവിടുന്ന് ബ്രഹ്മാവിൻ്റെ ലോകത്തിലേക്ക് എത്തിച്ചേരണു എന്നാണ്. ഈയതേ ഭവദുപാശ്രയ, അങ്ങയെ ഭജിച്ചുകൊണ്ട് ബ്രഹ്മാവിൻ്റെ ലോകത്തിലേക്ക് എത്തിച്ചേരുന്നു. വേധാഹ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ലോകത്തിലേക്ക് ഈയതേ നയിക്കപ്പെടുന്നു. ഇനി അതല്ലെങ്കിൽ ഈ ശേഷവക്ര ഈ മഹർലോകത്തിൽ ഈ ആദിശേഷൻ്റെ മുഖത്ത് നിന്ന് വരുന്നതായിട്ടുള്ള തീയെ അനുഭവിക്കുന്നതിന് മുൻപ് തന്നെ ചിലപ്പോൾ ബ്രഹ്മലോകത്തിലെത്താനും സാധിക്കും എന്ന് പറയുകയാണ്. അതിനു മുമ്പും ബ്രഹ്മലോകത്തിലേക്ക് നയിക്കപ്പെടാറുണ്ട് എന്നാണ്. അതപ്പുരൈവ വാ വേധസപദം അതപ്പുരൈവ വാ, അതിനു മുൻപായാലും ചിലപ്പോൾ അങ്ങനെ ചിലരെ അതിനു മുൻപും ബ്രഹ്മലോകത്തിലേക്ക് നയിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം അവിടെയും ഈ മുഴുവനെ വിസ്തരിച്ചവിടെ ശ്ലോകത്തിൽ പറഞ്ഞില്ല. മഹരാലയത്തിൽ വന്ന് ആദിശേഷൻ്റെ മുഖത്തിൽ നിന്ന് വരുന്നതായിട്ടുള്ള അഗ്നി അതുകൊണ്ട് ക്ലേശിച്ച് അവിടെ നിന്ന് ബ്രഹ്മലോകത്തിലേക്ക് നയിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു. അതുപോലെ ചിലപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ ഈ ബ്രഹ്മലോകത്തിലേക്ക് നയിക്കപ്പെടാം എന്നും പറഞ്ഞു. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത്. അവിടെയും വ്യാഖ്യാതാക്കൾ കുറേയും കൂടി ഈ ഭാഗവതത്തിൽ നിന്നൊക്കെ ആയിട്ട് എടുത്തിട്ട് അർത്ഥം പറയണത് ഈ ആദിത്യദേവത ഇല്ലേ സുമണ്ഡലദ്വാര ഗന്ധദേവതയിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞു. അവിടുന്ന് വിദ്യുലോകത്തിലേക്കാണ് അയക്കണത്. അത് കഴിഞ്ഞ് വിദ്യുലോകത്തിൽ നിന്ന് ധ്രുവലോകത്തിലേക്ക് എത്തിക്കണു എന്നാണ് ആ ശ്ലോകത്തിൽ പറയണത്, അതിൻ്റെ വ്യാഖ്യാനത്തിൽ പറയണത്. പിന്നെ രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം ആകുമ്പോഴേക്കും അവിടെ നിന്ന് എന്ന് പറയുമ്പോൾ ഈ വിദ്യുലോകത്തിൽ നിന്ന് ഈ ഭൃഗ്വാദി മഹർഷികൾ, ഭൃഗു തുടങ്ങിയതായിട്ടുള്ള മഹർഷിമാരുടെ ആവാസസ്ഥാനമാണ് ജനലോകം. ആ ജനലോകത്തിലേക്ക് നയിക്കണു എന്നാണ്. ജനലോകത്തിലേക്ക് നയിക്കും. അതല്ലെങ്കിൽ അവിടുന്ന് വിദ്യുലോകത്തിൽ നിന്ന് തന്നെ ബ്രഹ്മലോകത്തിലേക്ക് ഈ ക്ലേശങ്ങളൊന്നും സഹിക്കാതെ കണ്ട് ബ്രഹ്മലോകത്തിൽ എത്തിക്കണം എന്നുള്ളത് കൊണ്ട് അവരെ തന്നെ, ആ ഭക്തന്മാരെ, യോഗികളെ ബ്രഹ്മാവ് തന്നെ ദേവപുരുഷന്മാരെ അയച്ച് അവരോട് കൂടിയിട്ട് തൻ്റെ ലോകത്തിലേക്ക് നയിക്കണു എന്നാണ് അതിനർത്ഥമായിട്ട് പറയുന്നത്. വിദ്യുലോകമാർഗത്തിൽ പർജന്യൻ മേഘത്തിൻ്റെ മാർഗമുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ മേഘത്തിൻ്റെ മാർഗം, ഇന്ദ്രൻ്റെ മാർഗം, പ്രജാപതികളുടെ മാർഗം, ഇങ്ങനെ ഓരോ മാർഗത്തിൽ കൂടി ഈ ജീവനെ ബ്രഹ്മലോകത്തിലേക്ക് എത്തിക്കണു. ബ്രഹ്മാവിൻ്റെ ദൂതന്മാരായിട്ടുള്ള പുരുഷന്മാർ, ദേവപുരുഷന്മാർ. അപ്പോൾ അവിടെ ബ്രഹ്മലോകത്തിൽ വസിക്കണു കുറേ കാലം. അങ്ങനെ ബ്രഹ്മലോകത്തിൽ കുറെ വസിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രളയകാലത്ത് ബ്രഹ്മപ്രളയം എന്നുള്ളതുണ്ട്. ബ്രഹ്മാവിനും കൂടി ഇതായിട്ട് ഭഗവാനിൽ ലയിക്കാതായിട്ടുള്ള ആ ഒരു പ്രളയം, ആ പ്രളയത്തിൽ അവർക്ക് ഭഗവത് പാദം പ്രാപിക്കാറാവണു എന്നാണ്. അത് ഈ പറഞ്ഞ ക്രമം, ഈ 2 ശ്ലോകങ്ങളിൽ പറഞ്ഞതായിട്ടുള്ള ക്രമമുക്തിയാണ്. അതായത് ഓരോരോ ലോകങ്ങളിലെയും സുഖം അനുഭവിച്ചിട്ട് അവസാനം ഭഗവത് പാദം പ്രാപിക്കുന്നതായിട്ടുള്ള ക്രമമുക്തി. അതല്ലാതെ കണ്ടുള്ളതായിട്ടുള്ള യോഗികൾ അപ്പോൾ തന്നെ ഈ ശരീരത്തിൽ നിന്ന് വിടുമ്പോൾ തന്നെ ഭഗവാനിൽ പ്രാപിക്കുന്നതായിട്ടുള്ള ഒരു മുക്തി മാത്രം ആഗ്രഹിക്കണം. ഈ ലോകങ്ങളിലെ സുഖങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കാത്തവർക്ക് സദ്യോമുക്തി ഉണ്ടാവും. മറ്റുള്ളവർക്ക് ഈ
ക്രമമുക്തിയാണ് വരണത് എന്നാണ് ഈ 2 ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞത്. ക്രമമുക്തി, സദ്യോമുക്തി എന്നുള്ളതായിട്ടുള്ള ആ ജീവൻ മുക്തം എന്ന് പറഞ്ഞാൽ പിന്നെയും ജീവിച്ചും കൊണ്ടിരിക്കണതാണ്. ഇത് മരണസമയത്തെ തൻ്റെ ജീവനെ സ്വയം ഇച്ഛയ്ക്കനുസരിച്ച് മൂർധാവിൽ കൂടി വിട്ട് അത് സ്വയം മുക്തി ഭഗവത്പദത്തിൽ തന്നെ എത്തിച്ചേരണതായിട്ടുള്ള ഒരു മുക്തി. അതല്ലാതെ കണ്ട് ഈ വിവിധ ലോകങ്ങളിൽ കൂടെ സഞ്ചരിച്ച ജീവൻ ഒടുക്കം ബ്രഹ്മാവിനാൽ തന്നെ ബ്രഹ്മാവിൻ്റെ പുരുഷന്മാരെ കൊണ്ട് ബ്രഹ്മാവ് തൻ്റെ ലോകത്തിലെത്തിച്ച് അവിടെ നിന്ന് ഭഗവത്പാദത്തിലേക്ക് എത്തിക്കുന്നതായിട്ടുള്ള മറ്റൊരു മാർഗം. ഇങ്ങനെ 2 മാർഗങ്ങളാണ് ജീവൻ മുക്തിയുടെ കഥയിൽ പറഞ്ഞത് ഈ 2 ശ്ലോകങ്ങളിലായിട്ട്. 2 ശ്ലോകങ്ങൾ ആദ്യം ഒന്നും കൂടി വായിക്കാം, ഒന്ന് ചെല്ലാം. അഗ്നിവാസര വളക്ഷപക്ഷഗൈരുത്തരായണ ജുഷാച ദൈവതൈ പ്രാപിതോ രവിപദം ഭവൽപരോ മോദവൻ ധ്രുവപദം തമീയതേ ആസ്ഥിതോധ മഹരാലയേ യദാ ശേഷവക്ത്രദഹനൂഷ്മണാദ്യതേ ഈയതേ ഭവതുപാശ്രയസ്തദാ വേധസ പദമതഃ പുരൈവ വാ. പിന്നെ എത്തി മഹരാലയത്തിലങ് ആദിശേഷവദന അഗ്നിയൽക്കയാൽ നിന്നെ വീണ്ടുമുടനാശ്രയിച്ചുപോയി ബ്രഹ്മലോകമതിലെത്തി വാണിടും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.